നിങ്ങൾ എല്ലാ ദിവസവും കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു പാരന്റ് ആണോ? എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ കഥ പറയാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതുവരെ ഇല്ലാത്ത വിശേഷങ്ങളും വിവരങ്ങളും അവർ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്? അവരുടെ കഥ പറച്ചിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങോട്ട് നിർത്തി കിട്ടുവാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ? ആക്ച്വലി ആ ഒരു ടൈമിൽ നമ്മുടെ മൈൻഡിലുള്ളത് ഇവരിതെന്ന് പറഞ്ഞു ഉറങ്ങാൻ ലേറ്റ് ആവുമോ എന്നൊരു വേവലാതിയായിരിക്കും. എന്നിട്ടൊരു 10 മിനിറ്റൊക്കെ നമ്മൾ കേട്ടിരുന്നിട്ട് പറയും, ഇനി മതി ഇനി ഉറങ്ങാമെന്ന്. അപ്പോഴേക്കും അവരത് തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മുടെ മൈൻഡിൽ ഇന്ന് ഇവന് ഉറങ്ങാതിരിക്കാൻ വല്ല കള്ളത്തരമായിരിക്കോ എന്നതായിരിക്കും. ആക്ച്വലി ഇറ്റ് ഈസ് എ ഗുഡ് സൈൻ. അവരുടെ ബ്രെയിനിന്റെ ഇമോഷൻസിനൊക്കെ റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കറിയാം അവരുടെ പാരൻസിന്റെ കൂടെ എത്രത്തോളം സേഫാണ്, സെക്യൂർ ആണ് എന്നുള്ളത്. അതിൻ്റെ കൂടെ അവർ നമ്മളുമായിട്ടുള്ള ഒരു ബോണ്ട് കൂടുവാനും, കൂടാതെ അവർ പറയുന്ന സ്റ്റോറീസിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പോസിറ്റീവ് സ്റ്റോറീസ് വല്ലതും പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ നെർവ് സിസ്റ്റത്തിനെ കാം ചെയ്യുവാനും ഇമാജിനേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു റോഡിലൂടെ ഒരു കാറ് പോകുന്നു എന്ന് പറയുമ്പോൾ ആ റോഡ്, അതിലൂടെ പോകുന്ന വണ്ടികളൊക്കെ അവരുടെ മൈൻഡിലൂടെ ഇങ്ങനെ കടന്നു പോകില്ലേ? അതിലൂടെ അവരുടെ ക്രിയേറ്റിവിറ്റി കൂടാനും അതുപോലെ ഒരുപാട് വാല്യൂ ഓഫ് സിസ്റ്റം മനസ്സിലാക്കുന്ന രീതിയിലുള്ള സ്റ്റോറീസ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂലേ? ലൈക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഒരു വൃദ്ധൻ വിശന്നു ദാഹിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മൈൻഡിലൂടെ ഇങ്ങനെ പോകൂലേ, എന്താണ് വിശപ്പ്, എന്താണ് ദാഹം, അതിന്റെ വാല്യൂ അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെയുള്ള ഒരുപാട് സ്റ്റോറീസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇത് കൂടാണ്ട് കഥകൾ കേൾക്കുന്ന കൂട്ടത്തിൽ കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തി മെച്ചപ്പെടുത്തുവാനും, തിങ്കിങ് പവർ, കോൺസെൻട്രേഷൻ കൂട്ടുവാനും, ഓർത്തെടുക്കാനുള്ള കഴിവും, കുഞ്ഞിന്റെ ഭാഷാ വികസനത്തിനും എല്ലാത്തിനും സഹായിക്കാം. എന്നിങ്ങനെ ഒട്ടേറെ ഗുണങ്ങളാണ് നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുന്നതോടെ നമ്മളെ കുട്ടികൾക്ക് കിട്ടുന്നത്. നിങ്ങൾ നല്ല ഫ്രീ മൈൻഡോട് കൂടി ഇരിക്കുമ്പോൾ ഡെയിലി കുട്ടിക്ക് ഒരു സ്റ്റോറിയെങ്കിലും പറഞ്ഞു കൊടുക്കുവാനായി ശ്രമിക്കുമെന്ന വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും ഞാൻ ഡോക്ടർ ഹസ്ന പർവീൻ വള്ളിക്കാട്. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.